ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജനുവരി 9 കാൻറ്റർബറിയിലെ വിശുദ്ധ അഡ്രിയാൻ. ക്രിസ്തുവർഷം 635 നോർത്ത് ആഫ്രിക്കയിലെ ലിബിയയിലാണ് ഈ അഡ്രിയാൻ ജനിച്ചത്. അഡ്രിയാൻ കാൻറ്റർബറിയിലെ അഡ്രിയാൻ എന്നറിയപ്പെടുന്ന ആൾ. ഈ 640കളിൽ 635 അദ്ദേഹം ജനിച്ചെങ്കിലും അദ്ദേഹത്തെ 640കളിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇറ്റലിയിലെ നേപ്പിൾസിലേക്ക് ഓടിപ്പോയി. അത് ഈ ലിബിയയിലെ പ്രശ്നങ്ങൾ കാരണമാണ്. ഈ അറബികളുടെ അധിനിവേശത്തിന് തൊട്ട് മുമ്പാണിത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അവിടെ വെച്ച് ഒരു സന്യാസിയുടെ അദ്ദേഹം ജീവിക്കുകയാണ്. പിന്നീട് ഹിരിദാനും എന്ന് പറയുന്ന സ്ഥലത്തെ ആബട്ടായിട്ട് മാറി. ഈ നേപ്പിൾസിലെ ഒരു സ്ഥലത്താണ് ഈ ഹിരിദാനും എന്ന് പറയുന്നത്. അവിടെ വെച്ച് കോൺസ്റ്റൻസ് രണ്ടാമൻ ചക്രവർത്തിയുമായിട്ട് നല്ല പരിചയം വന്നു. പിന്നെ സെയിൻറ്റ് വിറ്റാലിയൻ എന്ന് പറയുന്ന മാർപ്പാപ്പയുമായിട്ട് പരിചയം വന്നു. അങ്ങനെ വിറ്റാലിയൻ മാർപ്പാപ്പയുടെ ഉപദേശകനായിട്ട് അദ്ദേഹം ഈ അഡ്രിയാൻ നിയമിതനായി. ഇംഗ്ലണ്ടിലെ കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പായിട്ട് മാർപ്പാപ്പ 2 പ്രാവശ്യം ഇദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തെങ്കിലും 2 പ്രാവശ്യം എനിക്കതിനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ഈ അഡ്രിയാൻ ഒഴിഞ്ഞു മാറി. അതേസമയം ടാർസുസിലെ തിയോദോർ എന്ന് പറയുന്ന ആളെ കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പായിട്ട് മാർപ്പാപ്പ നിയമിച്ചപ്പോൾ അദ്ദേഹത്തെ അതിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പോകാൻ അഡ്രിയാൻ തയ്യാറായി. അതായത് ആർച്ച് ബിഷപ്പായിട്ട് ആദ്യം നിയമിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത് അഡ്രിയാനെ നിയമിക്കാനാണ്. അദ്ദേഹം സമ്മതിക്കാത്തത് കൊണ്ട് ഈ ടാർസുസിലെ തിയോദോർ എന്ന് പറഞ്ഞ അദ്ദേഹം വിശുദ്ധനാണ്, അദ്ദേഹത്തെയാണ് കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പായിട്ട് നിയമിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പോകാൻ ഈ അഡ്രിയാൻ തയ്യാറായി. അങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് പോയി, കാൻറ്റർബറിയിൽ അസിസ്റ്റൻ്റായിട്ട് പോയി ഈ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ. അവിടെ വെച്ച് ഈ സന്യാസ മുന്നേറ്റങ്ങൾക്ക് ഒരുപാട് പിന്തുണ നൽകി അഡ്രിയാൻ. ഈ ചക്രവർത്തിയുടെ ചാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാളത്തേക്ക് ഫ്രാൻസിലേക്ക് നാട് കടത്തപ്പെട്ടു. എന്നാൽ വീണ്ടും 669 ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചെത്തി. അവിടത്തെയുള്ള സെൻറ്റ് പീറ്റർ മൊണാസ്ട്രിയുടെ ആബട്ടായിട്ട് നിയമിതനായി. അത് കാൻറ്റർബറിൽ അഗസ്റ്റിൻ സ്ഥാപിച്ചതാണ് ഈ ആശ്രമം. അഡ്രിയാനും തിയോദോറും, ഈ ടാർസുസിലെ തിയോദോർ എന്ന് പറഞ്ഞല്ലോ, അവർ 2 പേരും വളരെ തീക്ഷ്ണതയുള്ള മിഷണറിമാരായിരുന്നു. അക്കാലത്ത് ഇംഗ്ലണ്ടിലെ മെജോറിറ്റിയും പുറജാതിക്കാരായിരുന്നു. അവരെ ക്രിസ്ത്യാനികളാക്കുന്നതിൽ വലിയ വിജയം കണ്ടവരാണ് ഈ തിയോദോറിൻ്റെ അസിസ്റ്റൻ്റായി പോയ അഡ്രിയാനും. പിന്നെ ഒരുപാട് ഭാഷകൾ അറിയാവുന്ന ആളായിരുന്നു അഡ്രിയാൻ. ഗണിതശാസ്ത്രം അറിയായിരുന്നു, കവിത, പിന്നെ ആസ്ട്രോണമി, ജ്യോതിശാസ്ത്രം, പിന്നെ ബൈബിള്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കാൻറ്റർബറിയിലെ സ്കൂള് അത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന വലിയൊരു കേന്ദ്രമായിട്ട് മാറി. അങ്ങനെ പുറജാതിക്കാർ ഒരുപാട് പേരെ ആകർഷിക്കാനും അവർ ഇംഗ്ലീഷ് പഠിപ്പിച്ചു, കൂടുതൽ ബൈബിള് പഠിപ്പിച്ചു, മറ്റൊരുപാട് ശാസ്ത്രങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ അവരെ ക്രിസ്തുധർമ്മത്തിലേക്ക് മാനസാന്തരപ്പെടുത്തുന്നതിൽ വലിയ വിജയം വരിച്ചു. പിന്നീട് ഇംഗ്ലണ്ട് ക്രിസ്തീയ രാജ്യമായി മാറുന്നതിൻ്റെ വലിയ വിത്തുകൾ പാകിയ ആളുകളിൽ ഒരാളാണ് ഈ അഡ്രിയാൻ, മറ്റൊരാളാണ് ടാർസുസിലെ തിയോദോർ. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പെന്തക്കോസ്ത് ദൈവസഭക്കാരാണ് മറ്റുള്ളവർ സുവിശേഷം മുഴുവൻ പ്രസംഗിച്ചതും ലോകം മുഴുവൻ ക്രിസ്ത്യാനികളാക്കിയത് അവരാണെന്നാണ് അവർ വിചാരിച്ച് നടക്കണേ, അല്ലെങ്കിൽ അവരുടെ അവകാശവാദം ആണോ? അല്ലല്ലോ, കത്തോലിക്ക സഭയല്ലേ. ഇപ്പോൾ ലോകം മുഴുവൻ ക്രിസ്തുധർമ്മം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രേക്ഷക പ്രവർത്തനം ചെയ്തത് മുഴുവൻ കത്തോലിക്ക സഭയാണ്. ഈ പെന്തക്കോസ്ത് ദൈവസഭക്കാരൊക്കെ ഉണ്ടായിട്ട് എത്ര കൊല്ലമായി? അപ്പോൾ ഇപ്പോൾ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഞാനതിന് കുറ്റപ്പെടുത്തുന്നുമല്ല. പക്ഷെ അവരാണ് ലോകം മുഴുവൻ മാനസാന്തരപ്പെടുത്തിയേ എന്നൊക്കെ പറഞ്ഞ അവകാശവാദം വരുമ്പോൾ അത് സത്യത്തിൽ നിരക്കാത്തതാണ്. ഈ വിശുദ്ധരെ ഓർക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് പുസ്തകം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ. വിശുദ്ധരെ വചനം പ്രഘോഷിക്കുന്ന സ്ഥലത്ത് ഓർക്കണമെന്ന് കർത്താവിന് ഉത്തരവുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. അപ്പോൾ അതുകൊണ്ടാണ് കത്തോലിക്ക സഭയും അതുപോലെ സഭകളും വിശുദ്ധരെ ഓർക്കുന്നത്. ആ ഓർക്കുമ്പോൾ അവർ നമ്മൾ സഹായിക്കും ചെയ്യും. അപ്പോൾ ഇപ്പോഴൊക്കെ എന്ത് പറ്റി ഇംഗ്ലണ്ടിൽ കത്തോലിക്ക സഭയ്ക്ക് എന്ത് പറ്റി എന്നൊക്കെ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും. നിങ്ങൾക്കത് ഒരു ഹ്രസ്വ വീക്ഷണം ഉള്ളത് കൊണ്ട് എന്നാണ് ഞാൻ പറയുക. ദൈവത്തിൻ്റെ വിശാല വീക്ഷണത്തിൽ ഇതിനെല്ലാത്തിനും സ്ഥാനമുണ്ട്.
അതെല്ലാം അവൻ അവൻ്റെ പദ്ധതി അനുസരിച്ച് കറക്റ്റ് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അത് കാണാനുള്ള കാഴ്ചയാണ് വിശ്വാസം എന്ന് പറയണേ. വിശ്വാസം ഇല്ലാത്തവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഏതായാലും ഈ വിശുദ്ധൻ്റെ തീക്ഷ്ണതയും അതുപോലെ തന്നെ ഈ എല്ലാ അറിവുകളും കർത്താവിനെ കുറിച്ചുള്ള അറിവിലേക്ക് നയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വീക്ഷണമുണ്ടല്ലോ, ഒരു ഫോക്കസ്, അതല്ല നമുക്കുണ്ടാകട്ടെ. അങ്ങനെ ധാരാളം പേരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ, ക്രിസ്തുവിനെ കുറിച്ച് എല്ലാവരോടും പറ്റുന്നവരോടൊക്കെ പറയാൻ, അങ്ങനെ വിശുദ്ധിമായ ജീവിതം നയിക്കാനും സുവിശേഷം പ്രഘോഷിക്കാനും പുറജാതിക്കാരെ മുഴുവൻ കർത്താവിലേക്ക് കൊണ്ടുവരാനും നമുക്ക് ചില നടപടികളും ചുവടുവെപ്പുകളും ഇന്ന് നമുക്ക് നടത്താം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.